ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി സുനിമോൾ ടീച്ചർ, ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മാനേജർ AK ജയപ്രകാശ് സാർ, ശ്രീ AP ഗോപി സാർ, ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്തെങ്കിലും 4-5 വാക്കുകൾ ഓതുക, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രഭാഷണം എനിക്ക് മുന്നേ നടത്തിയവർ ഇവിടെ നടത്തുകയുണ്ടായി. ഇന്ന് എനിക്ക് ഈ കുട്ടികളോട് പറയുമ്പോൾ നമ്മളുടെ ഏകദേശം മനുഷ്യന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിലൂടെ സഞ്ചരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, ഈ പ്രപഞ്ചം ഉണ്ടായത് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 13,800 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്തു. ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഏകദേശം ഒരു 4.6 ബില്യൺ ഇയേഴ്സിന് അകത്താണ് നമ്മളുടെ ഈ സൗരയൂഥം രൂപപ്പെട്ടതായിട്ട് പറയുന്നത്. ആ 4.6 ബില്യൺ വർഷങ്ങളിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിച്ച് ഏകദേശം ഒരു 4.5 ബില്യൺ വർഷങ്ങളാകുമ്പോഴാണ് നമ്മളുടെ ഈ ഭൂമി ഇവിടെ രൂപകൽപ്പന ചെയ്തത്, അല്ലെങ്കിൽ ഉണ്ടായത്. അവിടെ നിന്ന് വീണ്ടും സഞ്ചരിച്ച് ഏകദേശം ഒരു 350 കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് നമ്മളുടെ ഈ ഭൂമിയിൽ ജീവൻ ഉടലെടുത്ത് വരുന്നത്. വീണ്ടും പിന്നെ ആദ്യ പൂർവികൻ എന്ന് നമ്മൾ പറയുന്നത് ആസ്ട്രാലോപിത്തിക്കസ് അഫറൻസിസ് എന്ന വിഭാഗം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അവിടെ നിന്ന് വീണ്ടും വീണ്ടും മനുഷ്യൻ സഞ്ചരിച്ച് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾ എത്തുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ആദ്യത്തെ സ്പീഷീസ് ആയിട്ടുള്ള ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗം ഇവിടെ ഉണ്ടായത്. ഈ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ പോലെ ഒരു മനുഷ്യനായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. എല്ലാ ജീവജാലങ്ങളും ഭക്ഷിച്ച്, എല്ലാ ജീവികളും ഭക്ഷിച്ചതിന് ശേഷം ഉണ്ടായ അസ്ഥി പൊട്ടിച്ച്, ആ പൊട്ടിച്ച അസ്ഥിയിൽ നിന്നും മജ്ജ കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരുപക്ഷെ ഈ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ്. ആ 3 ലക്ഷം വർഷങ്ങളിൽ നിന്ന് വീണ്ടും പിറകോട്ട് സഞ്ചരിച്ചു വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ആദ്യം തീ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുന്നു. തീയെ അവന്റെ കൺട്രോളിലാക്കുന്നു. മനുഷ്യന്റെ പുരോഗതിയുടെ ആദ്യത്തെ കണ്ണിയായിരുന്നു ഒരുപക്ഷെ തീ. തീയിൽ നിന്ന് വീണ്ടും മുന്നേക്ക് സഞ്ചരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് ഇന്നും മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ചക്രത്തിന്റെ കണ്ടുപിടുത്തം. ഒരുപക്ഷെ മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളിലും മറ്റുമായിരിക്കും ഈ ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് വാഹനങ്ങൾക്ക് വേണ്ടിയാണോ അതോ ഈ കുടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണോ ആദ്യം രൂപകൽപ്പന ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും തർക്കത്തിലാണ്. വീണ്ടും 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 സഞ്ചരിച്ച് മുന്നേക്ക് വന്ന് ഏകദേശം വെറും 12,000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് മനുഷ്യൻ ഒരിടത്ത് ഒത്തുകൂടാൻ തുടങ്ങിയത്. വെറും 12,000 വർഷങ്ങൾക്ക് മുൻപ്. അവിടെയാണ് കൃഷി ആരംഭിക്കുന്നത്. ദ മദർ ഓഫ് ഓൾ കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കൃഷി തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യൻ ഒരിടത്ത് ഒത്തുകൂടുകയും അവന്റെ ഇന്നേക്കുള്ള ഒരു പ്രയാണം, ഒരു ആധുനിക മനുഷ്യന്റെ പ്രയാണത്തിലേക്ക് നമ്മൾ എത്തിയത്. ഒരു ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോഴും ഏകദേശം ഇന്നത്തെ ഒരു രീതിയിൽ എത്തിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേവലം ഒരു 150 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടുത്തെ മനുഷ്യന്റെ ആവറേജ് വയസ്സ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, 37-40 വയസ്സായിരിക്കും. ആ ഒരു പരിധിയായിരുന്നു. കേവലം 10-50 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും മാരക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുജ്ജന്മ പാപം എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ നേടാത്ത ഒരു സമൂഹമായിരുന്നു മുൻപുണ്ടായിരുന്നത്. ഒരു പഞ്ചായത്തിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. കേവലം ഒരു പഞ്ചായത്തിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാൻ കഴിയാത്ത ഒരു സമൂഹമായിരുന്നു കേവലം 50-100 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് മുമ്പുണ്ടായിരുന്നത്. ഇന്നതാണോ?
ഇന്ന് ലോകം എന്ന് പറയുന്നത് കേവലം ഒരു കിളിക്കൂട് പോലെയായി. ഈ ലോകത്ത് എവിടെ നടക്കുന്ന സംഭവങ്ങളും ഞൊടിയിടയിൽ നിങ്ങൾക്കറിയാൻ കഴിയുന്നു. 2021 അവസാന സെൻസസ്. ആ സെൻസസ് പ്രകാരം നമ്മളുടെ ആവറേജ് വയസ്സ്, കേരളത്തിന്റെ ആവറേജ് വയസ്സ് ഏകദേശം 73 വയസ്സാണ്. എന്നാൽ ഇന്നതൊരു പക്ഷേ 80, 90, 100 ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത്, കുട്ടികളോട് പറയുന്നത് പ്രധാനമായിട്ടും ഇതുവരെ ഉണ്ടായ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതുവരെ ഉണ്ടായ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടം ഇതിലേറെ മനോഹരമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അപ്പന്മാർ, അമ്മമാർ, സഹോദരങ്ങൾ അവർ ജീവിച്ച ജീവിതമാണോ നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഒരുപക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീനോ അതല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ട ഒരു സയന്റിസ്റ്റോ നിങ്ങളുമായി ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും വിജയിക്കുന്നത്. അവർ മോശക്കാരായുണ്ടല്ല, അവർ ആ കാലഘട്ടത്തിൻ്റെതായിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ ആധുനികരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളെ ആർക്കും വളർത്താൻ കഴിയുകയില്ല. നിങ്ങൾ വളരുകയാണ്, നിങ്ങൾ വളരുകയാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് മാത്രമേ നമുക്ക് തരാൻ കഴിയുള്ളൂ, അധ്യാപകർക്ക് തരാൻ കഴിയുള്ളൂ, ഗുരുക്കന്മാർക്ക് തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താവണം എന്നുള്ള തീരുമാനമെടുക്കേണ്ട ചുമതല നിങ്ങൾക്ക് മാത്രമാണ്. ഇതിനേക്കാൾ ആധുനികമായിരിക്കും ഒരു 50 വർഷം കഴിയുമ്പോൾ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ട്രാഫിക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനങ്ങൾ നമ്മൾ സ്വയം നിയന്ത്രിതമാണ്. പക്ഷെ ഒരു 50 വർഷം കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. വാഹനങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥിതി ഉണ്ടാകും. ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ ChatGPTയും ജെമിനിയും ഒക്കെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മളുടെ സുഖത്തിന് വേണ്ടി എത്തിച്ചേർന്നു. ഇന്ന് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാത്തിരിക്കേണ്ടതായി വരുന്നു. അല്ലെങ്കിൽ ഒരു രോഗം ഡയഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങൾ വേണ്ടി വരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടം ഒരുപക്ഷെ 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. കേവലം ഒരു ബ്ലഡ് സാമ്പിൾ കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഡിസീസും കണ്ടെത്താൻ കഴിയുന്ന ഒരു യുഗമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഒരുപക്ഷെ നിങ്ങളിരിക്കുന്ന ഈ ഓരോ കുട്ടികളുമായിരിക്കും അങ്ങ് ചന്ദ്രനിൽ ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ സിഇഒയോ മറ്റോ. അങ്ങ് ചൊവ്വയിലെത്തുന്ന മനുഷ്യരെ കുറിച്ച് ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന കുട്ടികൾ നിങ്ങളെ ആയിരിക്കും. ഒരുപക്ഷെ നമ്മൾ നാളെ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പ്രസിഡന്റ് ഇവരെല്ലാം നിങ്ങളാണ്.